ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ പൊട്ടറ്റോ കറിയാണ്. അപ്പോൾ നമുക്ക് എളുപ്പം തന്നെ വീഡിയോയിലേക്ക് പോകാം. വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ ഞാൻ കടുക് താളിക്കാനിട്ടു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഉണക്കമുളക്, കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം സവാളയും ചെറിയ ഉള്ളിയും 3-4 ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറം ആകുന്ന വരെയൊന്നും വഴറ്റണ്ട, അല്ലാതെ ഒന്ന് നമുക്കിതിൻ്റെ പച്ചമണം മാറും വരെ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ ഒരുപാട് നമ്മൾ കളറൊന്നും മാറണ്ട, ഒന്ന് ജസ്റ്റ് ഇതിൻ്റെയും പച്ചമണം മാറും വരെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് കഴുകി വെച്ചേക്കുന്ന ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് നേരത്തെ പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ലേശം കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു കുരുമുളക് പൊടി, അതുപോലെ തന്നെ മീറ്റ് മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്തേക്കുന്നത്. നമ്മുടെ കഷ്ണത്തിൻ്റെ അളവനുസരിച്ചിട്ട് വെള്ളം നമുക്ക് വ്യത്യാസം ഉണ്ടാവും. എന്നിട്ട് നമുക്കിനി ഇതൊരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുറന്നു. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഫുഡിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ ഈ കറി നല്ല പെർഫെക്റ്റ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കറിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക്സ് കമൻറ്റ്സ് വഴി അറിയിക്കാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.